ഇത് കേരളമാണ്. ഇക്കാര്യങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണുന്ന നാട് തന്നെയാണിത്. ഒരു കാലത്ത് വയനാടിൻ്റെ എം പി കൂടിയായിരുന്ന ആളാണ്. ഇതേക്കുറിച്ച് സംസാരിച്ച് ന്യായീകരിക്കുന്നത് വളരെ സിമ്പിളായി സംസാരിച്ചു പോകുന്നത് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പൂർണ്ണാർത്ഥത്തിൽ ശ്രദ്ധിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്, ഇതുപോലൊരു സുപ്രധാനമായ വിന്റർ സെഷനിൽ രാജ്യം വിട്ടുപോകുന്ന പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കില്ലാത്ത വേറെ നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിക്കുന്നത് ആരാണ്? കേരളത്തിലെ വാർത്താ സമ്മേളനത്തിൽ കൊച്ചി ഇരുന്നുകൊണ്ട് ചോദിക്കുന്നത്. കാരണം 20 ലോക്സഭാംഗങ്ങളെയും പ്രതിപക്ഷത്തേക്ക് അയച്ച നാടാണ് കേരളം. ശ്രീ ജയചന്ദ്രൻ 20-19, ക്ഷമിക്കണം, തൃശ്ശൂർ ഞാൻ വിട്ടു. 20-19 ശ്രീ അരുൺ, കേരളം ചോദിക്കില്ലേത്? കാരണം 20-19 യെസ് അല്ല, ഞാൻ പറഞ്ഞത് കെ രാധാകൃഷ്ണൻ പ്രതിപക്ഷത്താണല്ലോ. ശ്രീ അരുൺ, കേരളം ചോദിക്കില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ആ അർത്ഥത്തിൽ ചോദിക്കും. ഒരു കാരണവശാലും വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ജനങ്ങൾ ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഉള്ള പ്രതിപക്ഷത്തിന്റെ ഇടപെടലുകളെയും സമരങ്ങളെയും പ്രതികരണങ്ങളെയും എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കും. കാരണം ഇപ്പോൾ നമ്മളിത് പ്രതിരോധിച്ചില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് പ്രതിരോധിക്കാൻ കഴിയുക? ഇപ്പം നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് പ്രതികരിക്കാനേ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യം പോകും. കാരണം എല്ലാ തരത്തിലും നിയമവിരുദ്ധ നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധ ഇടപെടലിലൂടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ, അതുപോലെ ജനങ്ങളുടെ ശബ്ദത്തെ, ഗവൺമെന്റിന്റെ നയങ്ങളെ വിമർശിച്ചാൽ അത് രാജ്യദ്രോഹമാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള വലിയ വലിയ ഇടപെടലുകൾ നടക്കുമ്പോൾ അതിശക്തമായിട്ടുള്ള പോരാട്ടം പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവരേണ്ട സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ മറുപടി പറയുമ്പോൾ ജനം വളരെ ആശങ്കയിൽ തന്നെയാണ് ഇതെല്ലാം കാണുന്നത്. ശരി, ഏതായാലും രാഷ്ട്രീയം സംസാരിച്ച് ഇന്നത്തെ വാർത്തകളിലൂടെ ആകെ സഞ്ചരിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസം രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് നിരുത്തരവാദപരമായി പെരുമാറിയത്, അതിനോട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഏതുതരം സമീപനമാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയത് എന്നതടക്കം സാന്ദർഭികമായി കടന്നു വന്നതുകൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ.